സുഹൃത്തുക്കളെ, പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ കായില്ലാത്തവൻ കയ്യിൽ പൈസ ഇല്ലാത്തവൻ, കായില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തവൻ പിന്നെ നിക്കറിട്ട് കഴിഞ്ഞാൽ ട്രൗസർ, പൈസ ഉള്ള ഇട്ട് കഴിഞ്ഞാൽ ബർമോഡ എന്ന് പറയും. അതേപോലെ തന്നെ സാധാരണക്കാരൻ എന്തെങ്കിലും പിന്നെ ചെറിയ രീതിയിലൊക്കെ ഈ പലിശ പരിപാടിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് വട്ടിക്കാരൻ, ബ്ലേഡ് എന്ന് പറയും. വലിയോ നടത്തിക്കഴിഞ്ഞാൽ, പൈസ ഉള്ളോ നടത്തിക്കഴിഞ്ഞാൽ അത് ഫിനാൻസ് എന്നും പറയും. എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ പല കാര്യങ്ങളും കുറച്ച് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞത് ഇപ്പം മാറ്റുമാധ്യമങ്ങൾ നടക്കില്ല എന്നുള്ളതല്ല. ഞാൻ എത്രയോ മുമ്പ് പറഞ്ഞു ബേപ്പൂർ മണ്ഡലത്തിലായിരിക്കും PV അൻവർ സ്ഥാനാർത്ഥിയാവുക, UDFിൻ്റെ ഭാഗമായി തീരും. അതൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. UDFിൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം UDFിൻ്റെ ഭാഗമായിട്ട് അക്കോമഡേറ്റ് ചെയ്യും. സജി മഞ്ഞക്കടമ്പിനും പിന്നെ PV അൻവറിനും 2 പേർക്ക് സീറ്റ് കൊടുക്കും. സജി മഞ്ഞക്കടമ്പിനും പൂഞ്ഞാർ സീറ്റ് കൊടുക്കും. PV അൻവറിന് ബേപ്പൂർ സീറ്റായിരിക്കും നൽകുക. അപ്പോൾ തവനൂരിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ പറയുന്നുണ്ട് ബേപ്പൂർ സീറ്റിലേക്കാണ് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അന്തിമഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ബാക്കിയുള്ള മെയിൻ സ്ട്രീം മുഖ്യധാരാ മാധ്യമങ്ങളും അത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടന്ന് തന്നെ ചീത്ത വിളിക്കാറുണ്ട്. വെള്ളം അടിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടും പ്രവചിക്കുകയാണ് വലിയ പ്രവാചകൻ, വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നൊക്കെ ഉള്ളത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, അത് 4 മാസം മുമ്പാണ് പറഞ്ഞത്. നിലമ്പൂർ ബൈ ഇലക്ഷന് തൊട്ട് പിന്നാലെ ഞാൻ പറഞ്ഞു പട്ടാമ്പി ഗുരുവായൂർ സീറ്റുകൾ പരസ്പരം പിന്നെ കൈമാറുന്നതിനെക്കുറിച്ച് ലീഗും കോൺഗ്രസും തമ്മിൽ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അതെന്നും പിന്നെ മെയിൻ സ്ട്രീം മീഡിയകളൊക്കെ അത് പറയുന്നു, ചാനലുകൾ. അപ്പോൾ ഈ ചാനലിൽ കൂടി പറഞ്ഞാൽ മാത്രമേ അത് വലിയ ആധികാരികത ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. തുടക്കത്തിൽ തന്നെ അത്തരം അനൗപചാരികമായ ചർച്ചകൾ നടന്നിരുന്നു എന്ന കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫൈനൽ ഡിസിഷൻ എന്താവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത്തരം ചർച്ചകൾ അവർക്കിടയിൽ നടന്നിരുന്നു. ഇന്ന് റിപ്പോർട്ടർ ഉൾപ്പെടെ പിന്നെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള 24 ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ അത് പറയുമ്പം ഇത് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ തിരുവമ്പാടിയുമായിട്ട് തവനൂരോ പിന്നെ കുന്ദമംഗലമോ അങ്ങനെ മാറുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ നടക്കുന്നു എന്ന് പറഞ്ഞു. അതും ഇന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണ്, 2011 PK ജയലക്ഷ്മി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് മാനന്തവാടി. പക്ഷേ അവിടെ പിന്നീട് അന്ന് പിന്നെ ഏക വനിതാ മെമ്പറായിരുന്നു UDFിൻ്റെ. അതുകൊണ്ട് അവർ മന്ത്രിസ്ഥാനവും കിട്ടി PK ജയലക്ഷ്മിക്ക്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. വേറെ പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അവിടെ OR കേളുവാണ് മത്സരിച്ച് വിജയിച്ചത്. ജയലക്ഷ്മി വീണ്ടും 2 തവണ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ PK ജയലക്ഷ്മിക്ക് പകരം അത് ആദിവാസി ഗോത്രക്ഷേമ സമിതിയുടെ ആദിവാസികളുടെ ക്ഷേമമൊന്നും വിഷയമല്ല, സ്വന്തം ക്ഷേമം മാത്രമേ ഉള്ളൂ, പേഴ്സണൽ വെൽഫെയർ മാത്രമേ ഉള്ളൂ താല്പര്യം. അങ്ങനെയുള്ള CK ജാനുവിന് മാനന്തവാടി സീറ്റ് UDFിൻ്റെ ഭാഗമായിട്ട് നൽകും എന്ന കാര്യം കൂടി പ്രവചിക്കുകയാണ്. പ്രവചനങ്ങളൊക്കെ വല്ല തെറ്റാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ തന്നെ ചീത്ത വിളിച്ചു. പ്രവചനം മിക്കവാറും ഫലിക്കാനാണ് 99% സാധ്യത. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആളുകളെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു ചെറിയ കുട്ടിയൊരു കാര്യം പറഞ്ഞാലും ചിലപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിട്ടായിരിക്കും പറയുന്നത് എന്നുള്ള ഒരു പ്രാഥമികമായ ബോധവും ധാരണയും നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ സ്വന്തം ചാനലിലുള്ള പഴയ ഈ രാജൻ ജോസഫ് എന്ന് പറഞ്ഞ ഈ ചാനലിനകത്തുള്ള എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പട്ടാമ്പിയും ഗുരുവായൂരും തമ്മിൽ ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ച് മാറാൻ ആലോചനകൾ നടക്കുന്നു. കൊച്ചിയും കളമശ്ശേരിയും തമ്മിലും അത്തരമൊരു ആലോചന നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നിപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് വരെ അങ്ങനെയും ചില ഡിസ്കഷൻസ്, അത് അനൗപചാരികമായി പരസ്പരം അത്തരം ചർച്ചകൾ നടന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് പരിചയമുള്ള കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ തിരുവമ്പാടിയുമായിട്ടോ കുന്ദമംഗലവുമായിട്ടോ കുന്ദമംഗലവുമായിട്ടോ തവനൂരുമായിട്ടോ വെച്ച് മാറുന്നതിനെക്കുറിച്ച്, കുന്ദമംഗലം ലീഗിൻ്റെ സീറ്റാണെങ്കിലും അവിടെ കോൺഗ്രസ് ആണ് കഴിഞ്ഞ അവിടെ മത്സരിച്ചത്, അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം തവനൂരാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ VS ജോയിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മണ്ഡലവും തവനൂരാണുള്ളത്. അങ്ങനെയുണ്ട്. പൊന്നാനിക്ക് PT അജയ് മോഹനും നൌഷാദ് അലിയും രംഗത്തുണ്ട്, 2 പേരുണ്ട്. അവരെല്ലാവർക്കും നറുക്ക് വീഴുന്നുള്ളത് പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ സീറ്റിൽ AP അനിൽകുമാറിൻ്റെ സീറ്റ് അത് സംവരണ സീറ്റാണ്. അവിടെ AP അനിൽകുമാറിനെ വണ്ടൂർ തോട്ടരും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു വിലയില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രവചനങ്ങൾ ചിലതൊക്കെ തെറ്റും. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, CPMന് ആലത്തൂർ സീറ്റ് മാത്രമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റായിട്ടുള്ള ആലപ്പുഴ നഷ്ടപ്പെടും, പക്ഷേ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ആലത്തൂർ CPM പിടിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം. വെറുതെ പറയണതല്ല, പുള്ളിടിക്കണമല്ല, ഉള്ള കാര്യം പറയാം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനോടടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റോറിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻവർ 3ാമത് BJP ചിത്രത്തിലില്ല, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. BJP ചിത്രത്തിലുണ്ടായിരുന്നില്ല, അൻവർ 3ാമതെത്തി എന്ന് കരുതിയിട്ട് എന്തു പറഞ്ഞാലും ഒക്കെ ഫലിക്കുന്നുള്ളതല്ല. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഇലക്ഷനെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഒരു 85% കാര്യങ്ങൾ ഇതുവരെ ശരിയായിട്ടുണ്ട്.
ഒരു 15% ആര് പറഞ്ഞാലും തെറ്റുപറ്റും. നിങ്ങൾ ആലോചിച്ചു, കുടുംബജോലയിൽ ഇലക്ഷൻ്റെ റിസൾട്ട് എണ്ണുന്നതിൻ്റെ തലേന്ന് ഇലക്ഷൻ മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, റിസൾട്ട് പിന്നെ വോട്ട് എണ്ണുന്നതിൻ്റെ തലേന്ന് സാക്ഷാൽ ജോണി ലൂക്കോസും ഷാനി പ്രഭാകറും പിന്നെ നമ്മുടെ സുഹൃത്ത് അയ്യപ്പദാസും കൂടി ഇരുന്നിട്ട് മനോരമ ന്യൂസിനകത്തിരുന്ന് പറഞ്ഞു ഉടുമ്പൻചോലയിൽ എം എം മണി തോക്കുന്നു. പിറ്റേന്ന് വോട്ടെണ്ണി ആ സമയമാകുമ്പോഴത്തേക്ക് ഉടുമ്പൻചോലയിൽ എം എം മണി 30,000 വോട്ടിനടുത്ത് പിന്നെ ഭൂരിപക്ഷം നേടി ജയിച്ചു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അങ്ങനെയുള്ള ചില നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിനകത്തുള്ള ചില പിഴവുകളുടെ ഭാഗമായി അബദ്ധങ്ങൾ സംഭവിച്ചു പോവുക എന്നുള്ളതല്ലാതെ പൊതുവെയുള്ള കണക്കൂട്ടലുകൾ തെറ്റാറില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ബേപ്പൂര് അൻവർ വരും, പിന്നെ പൂഞ്ഞാറിൽ സജി മഞ്ഞക്കടം വരും, മറ്റേ മനോജിന് സീറ്റ് കിട്ടില്ല, 2 സീറ്റേ UDF കൊടുക്കുള്ളൂ. തിരുവമ്പാടിയും തവനൂരും തമ്മിൽ വെച്ച് മാറാൻ ആലോചിക്കുന്നത് ചിലപ്പോൾ ഫൈനൽ സ്റ്റേജിൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. കാരണം തവനൂർ കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ മടിയുണ്ടാവും. പിന്നെ മാനന്തവാടിയിൽ OR കേളുവിനെതിരെ പിന്നെ CK ജാനു വരും, അവിടെ PK ജയലക്ഷ്മിക്ക് ഇനി സീറ്റ് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് മറ്റേ വെച്ചുമാറിൽ മറ്റേ ഗുരുവായൂർ പട്ടാമ്പി വെച്ചുമാറിലും എത്രത്തോളം സാധ്യമാവും എന്നുള്ള അറിയില്ല. കാരണം റിയാസ് മുക്കോളി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവാനൊക്കെ യോഗ്യനായിരുന്നു. ഷാഫിയേക്കാളൊക്കെ നല്ല മിടുക്കനായ നേതാവാണ്. ഷാഫിയുടെ ഒന്നുമാതിരി ഈ ഷോഫിസും പിന്നെ റീൽസ് ഇട്ട് കളിയൊന്നുമില്ല. അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും ഇല്ല. അത്തരം ഏതെങ്കിലും നാറ്റക്കേസുകളൊന്നും പോയി പെട്ടിട്ടില്ല. റിയാസ് മുക്കോളിയോടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് 2011 തോറ്റിട്ട് 2016 തോറ്റിട്ട് 5 വർഷം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് 2021 LDF വീണ്ടും CPM വീണ്ടും അധികാരത്തിലേറിയപ്പോഴും അവിടെ CR മഹേഷ് വിജയിക്കുന്നത്. അതേപോലെ റിയാസ് മുക്കോളി പട്ടാമ്പി കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. മൊഹസിൻ അവിടെ വീണ്ടും നിൽക്കുകയാണെങ്കിൽ മൊഹസിൻ ജയിക്കും. പിന്നെ ഭരണവിരുദ്ധ തരംഗം എങ്ങനെ ബാധിക്കുന്നുള്ള അറിയില്ല. മൊഹസിൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ CPIക്ക് അവിടെ വേറെ പ്ലേസ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റേ ഇല്ല. മൊഹസിൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ മത്സരേ ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആരും നാലോ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് മാറുന്ന കാര്യം റിയാസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എത്രത്തോളം കോൺഗ്രസിനും ലീഗിനും ഇടയിൽ പ്രാവർത്തികമാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇനി വെച്ച് മാറിയിട്ടില്ലെങ്കിൽ ഗുരുവായൂർ വരാൻ സാധ്യതയുള്ള ലീഗിൻ്റെ സ്ഥാനാർത്ഥി PM സാദിഖലിയാണ്. അപ്പോൾ തൽക്കാലം ലാഡ്സിലാണ്.